നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ സർക്കാർ ജീവനക്കാരുടെ പോക്കറ്റടിക്കുന്നു. ജീവാനന്ദം പദ്ധതി പിണറായിയുടെ ഉഡായിപ്പ് മാത്രമാണ്. പദ്ധതിയെക്കുറിച്ച് കൂടിയാലോചനകളൊന്നും നടന്നിട്ടില്ല. പദ്ധതിയുടെ ഉദ്ദേശം ഇപ്പോഴും അവ്യക്തമാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പളം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണോ നിക്ഷേപം എന്ന പേരിൽ ശമ്പളത്തിന്റെ ഒരു ഭാഗം പിടിച്ചുവെക്കാൻ പദ്ധതി തയ്യാറാക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കണം. പുതിയ പദ്ധതി പിണറായി എന്തായാലും 8 മടക്കി പോക്കറ്റിലിട്ടു. മാസ ശമ്പളം കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരാണ് ഭൂരിഭാഗം ജീവനക്കാരും. വായ്പാ ബാധ്യതകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, ചികിത്സാ ചെലവുകൾ തുടങ്ങി നിരവധി ബാധ്യതകൾ ഉണ്ടാകും. നിക്ഷേപമായി ചെറിയ തുക നൽകാൻ കഴിയാത്തവർ പോലും ഇക്കൂട്ടത്തിലുണ്ട്. ഈ സാഹചര്യത്തിൽ നിർബന്ധ നിക്ഷേപ പദ്ധതി ജീവനക്കാർക്ക് ബാധ്യതയാണ്. ഒരു പ്രയോജനവുമില്ലാത്ത മെഡിസെപ്പ് ചികിത്സാ പദ്ധതിക്കായി പ്രതിമാസം 500 രൂപ ജീവനക്കാരിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. ശമ്പളത്തിൽ നിന്നുള്ള 10% വിഹിതം പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നവരും നൽകണം. ഇതിനു പുറമെ DA ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാതെ 15 മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുകയും ജീവനക്കാരിൽ നിന്നും സർക്കാർ പിടിച്ചുവെച്ചിട്ടുണ്ടെന്ന് രോഷത്തോടെ പ്രതിപക്ഷം പ്രതികരിക്കുന്നു. ശമ്പളം എവിടെ, എങ്ങനെ നിക്ഷേപിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ജീവനക്കാർ തന്നെയാണ്. നിക്ഷേപം നടത്താൻ ജീവനക്കാരെ സർക്കാർ പ്രേരിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ നിർബന്ധപൂർവം ഒരു പദ്ധതി അടിച്ചേൽപ്പിക്കുന്നതും ബലം പ്രയോഗിച്ച് പണം പിടിച്ചെടുക്കുന്നതും അംഗീകരിക്കാനാകില്ല. താൽപ്പര്യമുള്ള ജീവനക്കാർക്ക് പദ്ധതിയുടെ ഭാഗമാകാമെന്ന് പറയാൻ മാത്രമേ സർക്കാരിന് കഴിയൂ. ശമ്പളം പിടിച്ചു വയ്ക്കുന്നത് കൊടുക്കാതിരിക്കുന്നതിന് തുല്യവും നിയമവിരുദ്ധവുമാണ്. ജീവനക്കാർ ജോലി ചെയ്യുന്നതിന് നൽകുന്ന ശമ്പളം കട്ടെടുക്കുന്നതിന് തുല്യമായ സമീപനമാണ് സർക്കാരിൻ്റേതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രതിമാസം നിശ്ചിത തുക വീതം പിടിച്ച് ജീവാനന്ദം എന്ന പേരിൽ ആന്വിറ്റി സ്കീം നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപടിക്ക് പിന്നിലും സാമ്പത്തിക പ്രതിസന്ധിയോ എന്ന ചോദ്യം സജീവമാണ്. ജീവനക്കാർ വിരമിച്ചു കഴിയുമ്പോൾ മാസം തോറും നിശ്ചിത തുക തിരികെ നൽകും വിധം പദ്ധതി ആവിഷ്കരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതായത് വിരമിച്ച ശേഷം മാസാമാസം തുക നൽകും. പെൻഷൻ കൊടുക്കുന്ന സർക്കാർ എന്തിനാണ് മറ്റൊരു പദ്ധതി കൂടി കൊണ്ടുവരുന്നതെന്ന ചോദ്യം പ്രസക്തമാകുന്നു. ഭരണാനുകൂല സംഘടനകൾ പോലും ഇതിനെ എതിർക്കും. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ജീവനക്കാരുടെ ശമ്പളം കുറയ്ക്കാനുള്ള കുബുദ്ധിയാണ് ഈ പദ്ധതിയെന്ന് ജീവനക്കാർ പറയുന്നു. ഖജനാവിലേക്ക് പണം കണ്ടെത്താൻ കുറുക്കുവഴിയാണ് ഇത്. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം പ്രതിമാസം പിടിക്കുമെന്നതാണ് വസ്തുത. മെഡിസെപ്പ് എന്ന ചികിത്സാ പദ്ധതി അടക്കം 4 ഇൻഷുറൻസ് പദ്ധതികളും പ്രതിമാസ പെൻഷനും ഉണ്ടായിരിക്കെയാണ് പുതിയ പദ്ധതി. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കാൻ സ്വകാര്യ കൺസൾട്ടൻസിയെ നിയോഗിച്ച് മെയ് 29-ന് ഉത്തരവിറക്കിയിരുന്നു. ആന്വിറ്റി എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുമെന്ന് 2024-25 ബജറ്റിൽ ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ സർക്കാരിന് തുക ഉപയോഗിക്കാമെന്ന വ്യവസ്ഥ ഉണ്ടാകുമെന്നാണ് സൂചന. മെഡിസെപ്പ് തന്നെ അവതാളത്തിലാണ്. ഇതിനിടെയാണ് പുതിയ ഇൻഷുറൻസ് പദ്ധതിയുമായി സർക്കാർ എത്തുന്നത്. ഇത് പ്രതിപക്ഷം ശക്തമായി ചോദ്യം ചെയ്യുകയാണ്.